ഒരു രക്ഷയില്ല. അപ്പോൾ രാവിലെ എന്തായിരിക്കും, രാവിലെ ഇവിടെ കോടയും കാര്യങ്ങളൊക്കെ നിറഞ്ഞിട്ട് അടിപൊളിയായിരിക്കും. സിനിമയ്ക്കകത്ത് കാണുന്ന അതേപോലെ ഉള്ളൊരു സെറ്റപ്പും കാര്യങ്ങളാണ് ഇവിടെയും. അപ്പോൾ എന്നെ അറിയാത്തവർക്കും എനിക്കറിയാത്തവർക്കും എൻ്റെ പേര് അഖിൽ. എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് കൊല്ലത്തെ മുട്ടറയിലാണ്. മുട്ടറയുള്ള മരുതിമലയിലാണ് നമ്മളിന്നുള്ളത്. തീർത്തും അപ്രതീക്ഷിതമായ യാത്രയായിരുന്നു ഇത്. കൊല്ലത്ത് വന്നിട്ട് എങ്ങോട്ട് പോകണമെന്ന് ആലോചിച്ച് നിന്നപ്പോഴാണ് ഗൂഗിൾ മാപ്പ് ഞങ്ങൾക്ക് ഈ സ്ഥലം സജസ്റ്റ് ചെയ്തത്. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര താലൂക്കിൽ വെളിയം ഗ്രാമപഞ്ചായത്തിലാണ് 38 ഏക്കറിൽ മരുതിമല വ്യാപിച്ചു കിടക്കുന്നത്. അങ്ങോട്ട് കയറാൻ അത്യാവശ്യം നല്ല പടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വരുന്ന വഴിയൊക്കെ അടിപൊളി രസമാണ് കയറി വരാനും കാര്യങ്ങളൊക്കെ. നമുക്ക് ഇപ്പോൾ തന്നെ അത്യാവശ്യം നല്ല വ്യൂവും കാര്യങ്ങളും ബാക്കിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇവിടെ സൂര്യൻ്റെ നമ്മൾ കണ്ട് കയറി പോകുന്ന വഴികളും കാര്യങ്ങളൊക്കെ തലയുടെ മേളിൽ പുല്ലും കാര്യങ്ങളും നിൽപ്പുണ്ട്. അടിപൊളി രസമുണ്ട് നടന്നു പോകാൻ. ഞാൻ കയറി നല്ല രീതിയിൽ കിതയ്ക്കുന്നു. മലയായിട്ട് കയറാൻ അത്യാവശ്യം നല്ല ടാസ്ക്കാണ്. നല്ല രീതിയിൽ കിതയ്ക്കുന്നുണ്ട്. പിന്നെ കയറുന്നവരെ പ്രത്യേകം ശ്രദ്ധിക്ക്. വരുമ്പോൾ ഒരു ഉപ്പി വെള്ളം വാങ്ങിയിട്ട് വന്നാൽ അത്ര നല്ലതായിരിക്കും. നമ്മൾ കയറി ഏകദേശം പകുതി എത്തിയേ ഉള്ളൂ. പക്ഷെ നല്ല രീതിയിൽ വിയർക്കുന്നുണ്ട്. നല്ല ക്ഷീണമുണ്ട്. എന്നാലും ബാക്കിലോട്ടുള്ള വ്യൂ ഉണ്ട്. എൻ്റെ പൊന്നും ഒരു രക്ഷയില്ല. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ഒരു 1200 അടി ഉയരത്തിൽ മേഘങ്ങളെ തൊട്ടുകൊണ്ട് കൊല്ലത്തെ ദൃശ്യഭംഗി ആസ്വദിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം. അടിപൊളി ഒരു സെറ്റ് സ്ഥലമാണിത്. മുകളിലേക്ക് എത്തിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ആദ്യം കാണാൻ സാധിച്ചത് ഈ കാഴ്ചയായിരുന്നു. ആദ്യം കണ്ടപ്പോൾ തന്നെ മനസ്സിന് വളരെയധികം സന്തോഷം തോന്നിയൊരു കാഴ്ചയായിരുന്നു ഇത്. ഇവിടെ മുകളിലെത്തിയപ്പോൾ അത്യാവശ്യം നല്ല കാറ്റും കാര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ക്ഷീണമൊക്കെ പോയ വഴി അറിഞ്ഞില്ല. ഞങ്ങളവിടെ എത്തിയ സമയത്ത് അത്യാവശ്യം ഫ്രണ്ട്സായിട്ട് വന്ന ടീംസ് ആയാലും ഫാമിലി ആയിട്ട് വന്ന ടീംസ് ആയാലും അത്യാവശ്യം ആൾക്കാരവിടെ ഉണ്ടായിരുന്നു. ശരിക്കും അത് ഒറ്റ മരമല്ല. ആ മരം ശരിക്കും ആൽമരവും മാവും പ്ലാവും കൂടെ ചേർന്ന മരങ്ങളാണ്. നമ്മൾ കയറി ഏകദേശം ഇതിൻ്റെ മേളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിശ്രമിക്കാനും കാര്യങ്ങൾക്കുമായിട്ട് ഇവിടെ ഒരു സംഭവം ഇങ്ങനെ ഉണ്ടായിരിക്കും. പിന്നെ വരുന്നവരെ പ്രത്യേകം ശ്രദ്ധിക്ക്. നിങ്ങൾ പ്ലാസ്റ്റിക്കിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഇവിടെ ഉപേക്ഷിച്ച് പോകാതിരിക്കുക. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളുണ്ട്. അപ്പോൾ ഇനി വരുന്നവരെ ശ്രദ്ധിക്കെങ്കിലും സാധനങ്ങൾ കൊണ്ടുവന്ന് വിട്ട് മലിനമാക്കാതിരിക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതായിരിക്കും നമുക്ക് നല്ലത്. കസ്തൂരിപ്പാറ, ഭഗവാൻ പാറ, കാറ്റാടിപ്പാറ എന്നീ 3 പാറകൾ ചേർന്നതാണ് മരുതിമല. പിന്നെ ഇവിടെ വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ കഴിവത് രാവിലെ തന്നെ വരാൻ ശ്രമിക്കുക. അങ്ങനെ ആണെങ്കിൽ ഇവിടെ നിന്നുള്ള അടിപൊളി വ്യൂവും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഞങ്ങൾ വന്നപ്പോൾ ഏകദേശം വൈകുന്നേരമായി. എന്നാൽ തന്നെയും സൂര്യൻ അസ്തമിക്കുന്ന ഒരു വ്യൂ ആണ് ഞങ്ങൾക്ക് കിട്ടിയത്. പക്ഷേ നിങ്ങൾ വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് എപ്പോഴും രാവിലെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള കോടയും കാര്യങ്ങളും ഇവിടെ ഉണ്ടാവും. ഇവിടുന്ന് അടിപൊളി രസമാണ് ബാക്കി താഴോട്ടുള്ള വ്യൂവും കാര്യങ്ങളും. നമ്മൾ ഇവിടുന്ന് താഴോട്ട് നോക്കുമ്പോൾ അവിടെ ദൂരെയായിട്ടൊരു പള്ളിയും കാര്യങ്ങളും അങ്ങനെയുള്ള കുറച്ച് ബിൽഡിങ്സ് ഒക്കെ കാണുന്നുണ്ട്. അടിപൊളി രസമുണ്ട് ഇവിടെ നോക്കുമ്പോൾ. പിന്നെ വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ ബൈക്കിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് റൂട്ട് മാപ്പ് നോക്കി സുഖമായിട്ട് വരാം. എന്നാൽ തന്നെ ഇനി ഞാൻ പറയുന്നത് ട്രെയിനിലോ ബസ്സിലോ വരുന്നവരുടെ ശ്രദ്ധയ്ക്കാണ്. നിങ്ങൾ ട്രെയിനിലോ ബസ്സിലോ ആണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ട്രെയിന് കൊല്ലത്ത് വന്നിട്ട് അവിടുന്ന് ഓടനാവട്ടം മുട്ടറയ്ക്കുള്ള ബസ് കയറിയിട്ട് നിങ്ങൾക്ക് ഇവിടേക്ക് എത്താവുന്നതാണ്. ബൈക്കിലാണ് നിങ്ങൾ വരുന്നതെങ്കിലും നമ്മൾ ഓടനാവട്ടം കഴിഞ്ഞ് മുട്ടറയ്ക്കുള്ള റോഡ് കയറുന്ന സമയത്ത് അത്യാവശ്യം കുറച്ച് റോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വരുന്നവരപ്പോൾ ഒന്ന് സൂക്ഷിച്ച് കണ്ടുവരിക.
നിങ്ങൾക്ക് ഇവിടെ വരുന്നതിൻ്റെ മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. മെയിൻ ഇവിടെ ഒരു അമ്പലമാണ്. അമ്പലത്തിനടുത്തുള്ള ഒരു മലയുടെ പൊക്കത്താണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ശരിക്കും. അപ്പോൾ നമ്മുടെ ആ അമ്പലത്തിനടുത്ത് കയറി വരുന്ന വഴിക്കാനാണ് അമ്പലവും കാര്യങ്ങളും. അമ്പലത്തിനടുത്തുള്ള ഒരു വ്യൂവും കാര്യങ്ങളും ഉണ്ട്. അതായിരിക്കും നമ്മൾ നേരത്തെ കണ്ട വ്യൂ അവിടുത്തെ വ്യൂ ആണ്. നമ്മൾ കുറച്ചുകൂടെ മേലോട്ട് കയറിയിട്ടുണ്ട്. ഇനി മേലോട്ട് കയറുമ്പോഴാണ് അതിനേക്കാൾ മനോഹരമായ എന്നാൽ ഇവിടെ വന്ന് കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു ഏരിയ ആയിരിക്കും ഇതും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോ കണ്ട് ഇങ്ങോട്ട് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിന് വരാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ പിന്നെ എങ്ങനെയാ ഇങ്ങോട്ട് വരുമല്ലേ? അപ്പോൾ നമ്മളെപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും കഴിയുന്ന രാവിലെ തന്നെ വരിക. രാവിലെ വന്നാലേക്ക് ഇവിടുത്തെ ഒരു വ്യൂ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കാണാൻ സാധിക്കുക. ഇവിടെ ഇപ്പം തന്നെ ഒരു രക്ഷയില്ല. നമ്മൾ ഇവിടുന്ന് ബാക്കിലോട്ട് നോക്കുമ്പോൾ സൂര്യനെ അസ്തമിക്കുന്നതിൻ്റെ ആകാശവും കാര്യങ്ങളും ഒരു രക്ഷയില്ല. അപ്പോൾ രാവിലെ എന്തായിരിക്കും? രാവിലെ ഇവിടെ കോടയും കാര്യങ്ങളൊക്കെ നിറഞ്ഞിട്ട് അടിപൊളിയായിരിക്കും. ഇവിടെ കുറേ പുല്ലും കാര്യങ്ങളും, മലയുടെ മുകളിൽ കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ ഒരു രക്ഷയില്ല. നമ്മൾ ഇവിടെ വന്നപ്പോഴാണ് കറക്റ്റ് ഇലവീഴ പൂഞ്ചിര പോയ അതേ ഒരു ഫീൽ ഉണ്ട് ഇവിടെ വന്നപ്പോഴും. പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടില്ല. അവള് വീഡിയോക്കകത്ത് കാണുന്നില്ലേ, സിനിമയ്ക്കകത്ത് കാണുന്ന അതേപോലെ ഉള്ളൊരു സെറ്റപ്പും കാര്യങ്ങളാണ് ഇവിടെയും. അപ്പോൾ നമ്മൾ കയറിക്കഴിഞ്ഞ് നമ്മൾ ആ അമ്പലത്തിൻ്റെ കാര്യങ്ങളും ആ സൈഡിലുള്ള വ്യൂ പോയിന്റും കണ്ട് അവിടെ നിന്നപ്പോഴാണ് നമ്മൾ ആദ്യം വിചാരിച്ചു ശരിക്കും അത്രേ ഉള്ളൂ ഇവിടെ കാണാനെന്ന്. ശരിക്കും സത്യം അതല്ല. ഈ കുറച്ചുകൂടി മേലോട്ട് കയറാനുണ്ട്. ഇതിൻ്റെ ടോപ്പിലൊരു വ്യൂ ഉണ്ട്. നമുക്ക് അത് കാണാനാണ് കുറച്ച് മുന്നോട്ട് പോകുന്നത്. ഇവിടെ മരുതിമലയിൽ അവിടെ പോലീസിൻ്റെ വയർലെസ് സ്റ്റേഷനും കാര്യങ്ങളുണ്ട്. അതിൻ്റെ അടുത്തുകൂടെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട് മേലോട്ട് പോകാൻ. ആ വഴി ശരിക്കും മുന്നോട്ട് പോകുമ്പോഴാണ് കറക്റ്റ് വ്യൂവിലോട്ട് നമ്മൾ എത്തുന്നത്. അതായത് ഇവിടുത്തെ മരുതിമലയുടെ ഏറ്റവും ടോപ്പിലോട്ട് ഇല്ലെന്ന് അപ്പോഴായിരിക്കും. നിങ്ങളെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് എനിക്കറിയില്ല. ഈ ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. ഇവിടുത്തെ വരുന്ന വഴികളും കാര്യങ്ങളായാലും ബാക്കിൽ പുല്ല് നിറഞ്ഞിരിക്കുന്നതായാലും ഒരു രക്ഷയില്ല. പിന്നെ വരുന്ന പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങൾ വരുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ താഴത്തെ അമ്പലവും കാര്യങ്ങളും കണ്ട ശേഷം ഇവിടെ കുറച്ച് മേളോട്ട് കയറാൻ വഴിയും കാര്യങ്ങളും ഉണ്ട്. പിന്നെ വരുന്നവരെന്തായാലും ഇവിടെ വന്ന് ഈ ടോപ്പ് വ്യൂവും കാര്യങ്ങളൊന്നും കണ്ടിട്ട് പോവാ. ഒരു രക്ഷയില്ല. അത് കണ്ടാൽ നിങ്ങൾക്ക് കോടയാന്നൊക്കെ തോന്നും, പക്ഷെ കോടയല്ല. അതവിടെ താഴെയായിട്ട് പുകയ്ക്കുക. നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു തമിഴ് ടച്ച് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ഇത് ശരിക്കും വരുന്നത് മുട്ടറയിലാണ്. അതും കൊല്ലം ജില്ലയിൽ തന്നെ. മരുതമല എന്ന് പറഞ്ഞ സ്ഥലം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അത് കോയമ്പത്തൂരാണ്. ഇത് മരുതിമല. അവിടെയൊക്കെ പോയിരിക്കുന്നുള്ളതൊക്കെ കയറിയോ? വൈകുന്നേരത്ത് ഇവിടെ വന്നിരുന്ന് ആസ്വദിക്കാൻ പറ്റിയ അടിപൊളി ഒരു സ്ഥലമായിരിക്കും. ഇവിടെ താഴെ നമ്മുടെ മുട്ടറ സ്കൂളിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ബാക്ക് കാണുന്ന കോടയൊന്നും അല്ല, അവിടെ ആരാണ്ട് പുകയ്ക്കുക, തീയിട്ട് പുകയ്ക്കുന്നതിൻ്റെ പുകയാണ് കാണുന്നത്. അവിടെ ശരിക്കും ഒരു എന്താ ഒരു വയല് പോലെ എന്തോ അവിടെ കാണുന്നുണ്ട്. അങ്ങനെ എന്തൊക്കെയോ അവിടെ കാണും. നമ്മളിവിടെ നോക്കുമ്പോൾ അത്യാവശ്യം അങ്ങ് ദൂരെയായിട്ടൊരു പള്ളിയും കാര്യങ്ങളും കാണാം. പിന്നെ വൈകുന്നേരം ആയി വരുന്നതിൻ്റെ ആകാശത്ത് അടിപൊളി ഒരു ഓറഞ്ച് കളറുള്ളൊരു അന്തരീക്ഷവും ഒരു രക്ഷയില്ല. വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഫീൽ എന്തായാലും കിട്ടത്തുള്ളൂ. വൈകുന്നേരം ആയപ്പോഴത്തേക്കിന് അന്തരീക്ഷം ഫുള്ള് ഒരു ചുമന്ന മയമായിട്ടുണ്ട്. നിങ്ങൾ ഫാമിലി ആയിട്ട് വരുന്ന ആൾക്കാരായാലും ഫ്രണ്ട്സായിട്ട് വരുന്ന ആൾക്കാരായാലും നിങ്ങൾക്ക് അടിപൊളി ഒരു ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലമായിരിക്കും ഇത്. പിന്നെ നിങ്ങൾ ഇവിടെ വരുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇവിടെ ഒരു അടിപൊളി ഒരു വ്യൂ എന്ന് വെച്ചാൽ പിന്നെ അടുത്ത കാണിക്കാൻ പോകുന്ന സ്ഥലമായിരിക്കും. അവിടെ വന്നൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ തെറ്റായിരിക്കും. നമ്മൾ ഇവിടെ വന്ന് ഇവിടുത്തെ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല മോനെ, ഒരു രക്ഷയില്ല. പിന്നെ ഇങ്ങോട്ട് വരാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വരിക, എൻജോയ് ചെയ്യുക. അപ്പോൾ അത്യാവശ്യം രാത്രിയായി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. വെട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ തന്നെയും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ പിന്നെ ശരി എന്നാൽ.